ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ ഞാൻ നട്ടു വളർത്തിയ നിത്യവഴുതനയെ പറ്റിയാണ്. കണ്ടില്ലേ, നമ്മളുടെ നിത്യവഴുതന കായ്ച്ചിട്ടുണ്ട്. മൈ നെയിം ഈസ് റിയാസ് സബീബ് റഹ്മാൻ. വെൽക്കം ടു ഓർഗാനിക് വേൾഡ്. മറ്റുള്ള പച്ചക്കറികളെ അപേക്ഷിച്ച് നിത്യവഴുതന എന്ന് പറയുന്നത് വളരെയധികം പോഷക മൂല്യമുള്ള ഒരു പച്ചക്കറി വിളയാണ്. അതുപോലെ തന്നെ നിത്യവഴുതനയിൽ കീടങ്ങളുടെ ആക്രമണമൊക്കെ വളരെ കുറവാണ്. കണ്ടില്ലേ, ഞാൻ ഇത് ഏകദേശം മൂത്ത് വരുന്നതേ ഉള്ളൂ, പറിക്കാറായിട്ടില്ല. നല്ല ഒരു തോരനും മെഴുക്കുവരട്ടിയൊക്കെ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിത്യവഴുതനയുടെ വിത്തുകൾ ഞാൻ സാധാരണ ചെയ്യുന്നത്, നല്ല രീതിയിൽ വളർന്നു വരുന്ന നിത്യവഴുതന ഒരു 10-15 എണ്ണം ആദ്യമേ തന്നെ നമുക്ക് വിത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കുന്ന വിത്തുകളാണ് അടുത്ത സീസണാകുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാം വീടുകളിൽ ഇതുപോലെയുള്ള നിത്യവഴുതന ചെറിയ രീതിയിലുള്ള കയറുകളോ അതുപോലെ തന്നെ ചെറിയ നമ്മുടെ കൊന്നക്കമ്പില്ലേ, അതുപോലെയുള്ള മരത്തിലൊക്കെ നല്ല രീതിയിൽ കയറി പടർന്ന് കായ്ക്കുന്ന ഒരു പച്ചക്കറി വിളയാണ് നിത്യവഴുതന എന്ന് പറയുന്നത്. ഒരുപാട് മഴയുള്ള സീസണിൽ നിത്യവഴുതന സാധാരണ കായ്ക്കാറില്ല. അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ തന്നെ വളരെ നല്ല രീതിയിൽ നിത്യവഴുതനയെ നമുക്ക് നട്ട് വളർത്താവുന്നതാണ്. നിത്യവഴുതനയുടെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അലങ്കാരച്ചെടികളുടെ പൂക്കൾ മാറി നിൽക്കും. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലാണ് നിത്യവഴുതനയുടെ പൂക്കൾ വിരിയുന്നത്. പൂക്കൾ വിരിഞ്ഞ് 5 ദിവസം മുതൽ 7 ദിവസത്തിനുള്ളിൽ നിത്യവഴുതന നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമാണ് നിത്യവഴുതനയുടെ തോരനും മെഴുക്ക് പുരട്ടിയും. ധാരാളം കാൽസ്യവും പ്രോട്ടീൻസും അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ഇത്. ഒരുപക്ഷെ പുതിയ തലമുറക്കാർക്ക് ഈ പച്ചക്കറികളെക്കുറിച്ച് അറിയുവാൻ വഴിയില്ല. വീടുകളിലെ ടെറസിലും ഗ്രോ ബാഗുകളും വളരെ ഭംഗിയായി നമുക്ക് ഈ പച്ചക്കറിയെ യഥേഷ്ടം വളർത്തുവാൻ സാധിക്കും. ഞാൻ മണ്ണിളക്കി അടിവളമായി ചാണകപ്പൊടിയും കരിയിലയും കമ്പോസ്റ്റും ചേർത്ത് വിത്ത് പാകിയാണ് മുളപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ള കാർഷിക വിളകളെ അപേക്ഷിച്ച് ഈ ചെടികളിൽ രോഗങ്ങൾ കൂടുതലായി കാണാറില്ല.
എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.